നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ ഡീമണി തന്നെയാണ് ഈ ഡീമണി. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ ഇന്നലെ SIT ടീം കണ്ട ആ മണി തന്നെയാണ് എം സുബ്രമണി. എം സുബ്രമണിയുടെ ചുരുക്കപ്പേരാണ് MS മണി. അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരത്തെ വന്ന ഒരു പേരുണ്ട്, ബാലമുരുകൻ. ആ ബാലമുരുകൻ സുബ്രമണിയുടെ സുഹൃത്താണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. MS മണിയും ബാലമുരുകനുമൊക്കെ യഥാർത്ഥ കഥാപാത്രങ്ങൾ തന്നെ. തൻ്റെ മേൽവിലാസം മോഷ്ടിച്ച് മൊബൈൽ നമ്പർ എടുത്ത ഏതോ ഒരു ബിരുദനാണ് ബാലമുരുകനെന്ന് ഇന്നലെ സുബ്രമണി മൊഴി കൊടുത്തിരുന്നു. ബാലമുരുകനെ വളഞ്ഞ പ്രത്യേക അന്വേഷണ സംഘം ശ്രീകൃഷ്ണനെ വീണ്ടും ചോദ്യം ചെയ്തു. എം സുബ്രമണിയുടെ അടുത്ത സുഹൃത്താണ് വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ മൊഴിയിൽ പറഞ്ഞ ബാലമുരുകനെ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തി. ബാലമുരുകൻ സുബ്രമണിയുടെ അടുത്ത സുഹൃത്താണ്. സുബ്രമണിയും ബാലമുരുകനും ശ്രീകൃഷ്ണനും ചേർന്ന സംഘം ഇന്നലെ ബാലമുരുകനെ തനിക്കറിയില്ല എന്ന് തള്ളിപ്പറഞ്ഞ് സുബ്രമണി അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. സുപ്രധാനമായ മറ്റു ചില തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടി. അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുടെ സംഘവും തമ്മിൽ ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. എന്നാൽ ഇവർക്കിടയിൽ സംഭവിച്ച പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ കച്ചവട വിവരങ്ങൾ ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ടെലിഫോൺ കോൾ റെക്കോർഡിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ കടന്നുകൂടിയതാണ് അന്വേഷണ സംഘത്തിന് ആദ്യം സംശയമുണ്ടാക്കിയത്. തുടർന്ന് നടന്ന പരിശോധനയിൽ ഇത് സ്ഥിരീകരിച്ചു. എന്നാൽ ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന നിലപാടാണ് ശ്രീകൃഷ്ണൻ എടുത്തത്. ഇയാളെ തുടർന്നും ചോദ്യം ചെയ്ത് ഇയാളിൽ നിന്ന് തന്നെ സത്യങ്ങൾ പറയിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. തമിഴ്നാട് ദിണ്ടിഗലിലുള്ള ഓഫീസിലെത്തിയാണ് ഡി മണിയെ പോലീസ് സംഘം ചോദ്യം ചെയ്തത്. തുടർന്ന് ഇയാളുടെ വീട് പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ പോലീസ് സംഘം തമിഴ്നാട്ടിലെ ദിണ്ടിഗലിലെത്തും എന്ന വിവരം കൃത്യമായി ഡി മണിയുടെ സംഘത്തിന് ലഭിച്ചു. ഡി മണിയുടെ സഹായിയായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലാണ്. ശ്രീകൃഷ്ണനെ ചോദ്യം ചെയ്തതിൽ നിന്ന് സുപ്രധാനമായ ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. നേരത്തെ ഇയാൾ തമിഴ്നാട്ടിലെ ഒരു ഇറിഡിയം തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശ്രീകൃഷ്ണനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഡി മണിയുടെ ഓഫീസിലെത്തിയത് അന്വേഷണ സംഘം. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമ്പോൾ തനിക്ക് ശ്രീകൃഷ്ണനെ പോലും അറിയില്ല എന്ന നിലപാടാണ് ഡി മണി കൈക്കൊണ്ടത്. ബാലമുരുകൻ എന്ന വ്യക്തിയെ തനിക്കറിയില്ല, എന്നാൽ ഒരു ബാലമുരുകൻ തൻ്റെ മേൽവിലാസം ഉപയോഗിച്ച് ഒരു മൊബൈൽ നമ്പർ സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്ന വിവരം അറിയാം എന്നാണ് ഡി മണി മൊഴി കൊടുത്തത്. ഡി മണി താനല്ല എന്നും MS മണിയാണ് തൻ്റെ പേരെന്നും ഇയാൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇയാൾ തന്നെയാണ് ഡി മണി എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. അത് ഉറപ്പിച്ചതാവട്ടെ നേരത്തെ ഇത് സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയ വിദേശത്തുള്ള പ്രവാസി മലയാളി വ്യവസായിയും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാണിച്ചായിരുന്നു അന്വേഷണ സംഘം ഡി മണിയെ ചോദ്യം ചെയ്തത്. എന്നാൽ ഇയാളെ അറിയില്ല എന്ന് തുടർച്ചയായി ഡി മണി പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഡി മണിയുടെ പ്രതികരണങ്ങൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള തന്ത്രം മാത്രമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നു. പഞ്ചലോഹ വിഗ്രഹം കടത്തി എന്ന ആരോപണം ഉന്നയിച്ച പ്രവാസി മലയാളിയും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത്. താൻ ഉദ്ദേശിച്ച ഡി മണിയെ തന്നെയാണ് പോലീസ് ചോദ്യം ചെയ്തത് എന്ന് പ്രവാസി മലയാളി വ്യവസായി ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോഴിതാ ഡി മണിയോട് ജനുവരി 4, 5 തീയതികളിൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അന്വേഷണ സംഘം കൈമാറി. ഇന്ന് ശ്രീകൃഷ്ണനെയും ഡി മണിയെയും ഒരുമിച്ചിരുത്തിയും വെവ്വേറെ ഇരുത്തിയും ദിണ്ടിഗലിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യൽ തുടരുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. 4-ാം തീയതി വിശദമായി ഡി മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഡി മണിയുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ കഴിയും എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു. വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം തേടുകയാണ്. ഇതിൽ സുപ്രധാന കാര്യം ശബരിമലയിൽ നിന്ന് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ മോഷണം പോയോ എന്നത് തന്നെ. പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലുമൊന്നും ഡി മണി സഹകരിച്ചില്ല. മണിയുടെ ബാങ്ക് ഇടപാടുകൾ അടക്കം പരിശോധിക്കണമെന്ന് SIT ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കടത്തിന് പിന്നിൽ രാജ്യാന്തര ലോബിയുണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ മണിയിൽ നിന്ന് ചില സുപ്രധാന വിവരങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഏറെ ദുരൂഹതകളുണ്ട് ഡി മണിക്ക് പിന്നിൽ എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. ഇന്നലെയാണ് അന്വേഷണ സംഘം ഡി മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ദിണ്ടിഗലിലെത്തിയത്.
എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ യാതൊരു വിധത്തിലും സഹകരിച്ചില്ല ഡി മണി. ഓട്ടോ ഡ്രൈവറായിരുന്ന ഡി മണി വെറും 6 വർഷം കൊണ്ടാണ് ഡയമണ്ട് മണിയായി മാറിയത്. അതും കോടീശ്വരനിലേക്കുള്ള വളർച്ച. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ തൊഴിലും ഓരോ പേരുമാണ് ഇയാൾ സ്വീകരിച്ചിരുന്നത്. ഇടയ്ക്ക് സിനിമാ തിയേറ്ററിൽ പോപ്കോൺ വിറ്റിരുന്ന കാലത്ത് ഇയാൾ അറിയപ്പെട്ടത് പോപ്കോൺ മണി. പിന്നീട് ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇയാൾ അറിയപ്പെട്ടത് ക്യാൻറ്റീൻ മണി. ഇപ്പോൾ ദിണ്ടിഗൽ ഭാഗത്ത് ഇയാൾ അറിയപ്പെടുന്നത് ഡയമണ്ട് മണി എന്നാണ്. ബ്ലേഡ് പലിശ ഇടപാട് തുടങ്ങിയിരുന്നു ഇടയ്ക്ക് മണി. അപ്പോൾ ഫിനാൻസ് മണി എന്നാണ് ഇയാൾ അറിയപ്പെട്ടത്. ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന ഇയാൾ ദിണ്ടിഗൽ മേഖലയിൽ ധാരാളം റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടത്തുന്നു. വെറും 6 വർഷങ്ങൾ കൊണ്ട് ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ഇത്ര വലിയ വളർച്ച എങ്ങനെ മണിക്ക് കൈവന്നു? അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘം പറയുന്നതും. ജയലളിതയുടെ അടുത്തയാളായി ഇയാൾ അറിയപ്പെട്ടിരുന്നു. ശബരിമല കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെയെങ്കിൽ ഡയമണ്ട് മണി ഇനി ജയിൽ മണിയാകാൻ അധികകാലം വേണ്ടിവരില്ല. പോലീസിന്റെ കയ്യിൽ ബാലമുരുകൻ എന്ന വ്യക്തിയുടെ ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പർ തൻ്റേതല്ല എന്നിയാൾ ഉറപ്പിച്ചു പറയുന്നു. എങ്കിലും ബാലമുരുകൻ ഇയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇയാളുടെ സംഘാംഗമാണ് എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. മണിയുടെ സഹായി തന്നെയാണ് വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ വീട്ടിലും ഇയാൾ ഇടപെടുന്ന സ്ഥലങ്ങളിലുമൊക്കെ അന്വേഷണ സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ പരിശോധനകൾ നടത്തി. ഡി മണി ഒരു സാങ്കല്പിക കഥാപാത്രമാണോ എന്നറിയുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ ലക്ഷ്യം. ഇപ്പോൾ അന്വേഷണ സംഘം ഉറപ്പിക്കുന്നു, ഡി മണി ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, മറിച്ച് വലിയ ദുരൂഹതകളുടെ കേന്ദ്രബിന്ദുവാണ്. പോറ്റിയുമായുള്ള ബന്ധം മണി തുറന്നു പറയുമോ എന്നതായിരുന്നു ഇന്നലെ രാവിലെ ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴുള്ള ആകാംക്ഷ. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയമില്ല, ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി തനിക്ക് ബന്ധമില്ല തുടങ്ങി വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഇയാൾ പുലർത്തിയത്. ഡി മണിയെയും കൂട്ടാളി ശ്രീകൃഷ്ണനെയും ഇനി ഒരുമിച്ചിരുത്തിയും പിന്നീട് വെവ്വേറെ ഇരുത്തിയും ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി സത്യം പുറത്തുവരൂ എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. നിലവിൽ വിദേശ വ്യവസായിയുടെ ഒറ്റമൊഴിയിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം വിഗ്രഹ മോഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇവരെ തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ പക്കൽ വ്യക്തമായ തെളിവുകൾ വേണം. സ്വർണ്ണക്കൊള്ളയിലും പഞ്ചലോഹ വിഗ്രഹക്കടത്തിലുമൊക്കെ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിച്ചെല്ലാത്ത നേതാക്കളില്ല എന്നതാണ് പൊതുവെ CPMന്റെ അവസ്ഥ. പിണറായി വിജയനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ട എൻ സുബ്രഹ്മണ്യനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്നാൽ മറുവശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടിരിക്കുകയാണ് മുൻ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ. ഈ ഫോട്ടോയിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുന്നില്ല എന്നാണ് ഷിബു ബേബി ജോണിന്റെ ചോദ്യം. എയർപോർട്ടിൽ കടകംപള്ളിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനും ഒന്നിച്ചിരിക്കുന്ന ചിത്രമാണ് ഷിബു ബേബി ജോൺ പങ്കുവച്ചിരിക്കുന്നത്. ചിത്രത്തിൽ പോറ്റിക്കൊപ്പം നിൽക്കുന്ന മഹാൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴാണ് ശബരിമലയിലെ സ്വർണം പമ്പ കടന്നു പോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന ഫോട്ടോ മുഖ്യമന്ത്രിക്ക് ദുരൂഹത തോന്നുമ്പോൾ ഈ ചിത്രത്തിലും ദുരൂഹത തോന്നേണ്ടതല്ലേ എന്ന് ഷിബു ബേബി ജോൺ ചോദിക്കുന്നു. സാധാരണഗതിയിൽ പൊതുപ്രവർത്തകരുമായി സെൽഫി എടുക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു സൗഹൃദ സംഭാഷണമാണ് ഉന്നത ഉദ്യോഗസ്ഥനും പോറ്റിയും മന്ത്രിയും തമ്മിൽ നടത്തുന്നത്. കടകംപള്ളി മുഖ്യമന്ത്രിയുമാണ് ഈ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വിശദീകരിക്കേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ചിത്രം പുറത്തുവിട്ടതിനാണ് കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യത്തിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, എങ്കിലും സുബ്രഹ്മണ്യം ഹാജരായില്ല. ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നതിന് തൊട്ടുമുൻപ് മാധ്യമപ്രവർത്തകരോട് സുബ്രഹ്മണ്യം പ്രതികരിച്ചു. താൻ പുറത്തുവിട്ടത് AI ഫോട്ടോകളല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പങ്കുവച്ച വീഡിയോയിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങളാണ്. പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന ചോദ്യമുയർത്തിയാണ് എൻ സുബ്രഹ്മണ്യം ഇത്തരമൊരു ഫോട്ടോ പങ്കുവച്ചത്. നേരത്തെ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതിന് പിന്നിൽ CPM സൈബർ സഖാക്കൾ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ഫോട്ടോയിൽ ദുരൂഹത ആരോപിച്ചിരുന്നു. ആന്റണി MP ആണ് സോണിയാഗാന്ധിക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയത് എന്ന് കോൺഗ്രസിൽ നിന്നുള്ള ചിലർ പറയുന്നു. തന്നെ അറസ്റ്റ് ചെയ്താൽ സന്തോഷത്തോടെ ജയിലിൽ പോകുമെന്നാണ് എൻ സുബ്രഹ്മണ്യത്തിന്റെ പ്രതികരണം.
അതേസമയം വൈദ്യപരിശോധനയ്ക്കായി സുബ്രഹ്മണ്യനെ വെള്ളിമാടുകുന്നിലെ നിർമ്മല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എൻ സുബ്രഹ്മണ്യന്റെ പ്രതികരണം ശക്തമാണ്. താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രമാണെന്നും പ്രതിപക്ഷ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തുന്നതെന്നും സുബ്രഹ്മണ്യൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ച വീഡിയോയിൽ നിന്നുള്ള ഭാഗമാണ് തന്റെ ഫോട്ടോയിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രം പരാമർശിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ ശക്തമായ വിമർശനങ്ങൾ ചൊരിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധമുറപ്പിക്കുന്ന ഒട്ടനവധി ഫോട്ടോകൾ പുറത്തേക്ക് വരുന്നത്. താൻ കാണുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടത് എന്ന് അടൂർ പ്രകാശ് ആരോപണം ഉന്നയിച്ചിരുന്നു. പോറ്റി മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ മറുപടി. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ AI നിർമ്മിതമാണെന്നും രണ്ടാമത്തെ ഫോട്ടോയുടെ വിശദാംശങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനുമൊപ്പം വിവിധ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു. ഒരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വിവാദമുണ്ടാക്കുന്നത് എങ്കിൽ പത്മകുമാറിന്റെ മൊഴിയനുസരിച്ച് എന്തുകൊണ്ട് തുടരന്വേഷണവുമായി SIT മുന്നോട്ടു പോകുന്നില്ല എന്ന ചോദ്യം കേരളത്തിൽ ശക്തമാകുന്നു. കേസന്വേഷണത്തിന്റെ ദിശ തെറ്റിക്കാനാണോ തമിഴ്നാട്ടിലെ ദിദ്ദിഗലിൽ SIT ടീം ഇപ്പോൾ അവിടെ പാർത്തുകൊണ്ട് ഡീമണിയെ തൂക്കാനായി നിൽക്കുന്നത്? സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് ശക്തമായ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ SIT മടിക്കുന്നു? ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടത് പത്മകുമാറിനും അപ്പുറമുള്ള ഈ കള്ളക്കടത്തിൻ്റെ ഭാഗമായ കൊടും കൊള്ളക്കാരെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. അവരെ രക്ഷപ്പെടുത്താൻ ചില തന്ത്രങ്ങൾ അണിയറയിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുവോ? അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഹൈക്കോടതി അടുത്ത ദിവസം തന്നെ ഈ കേസെടുത്ത് നേരെ CBIയുടെ കയ്യിൽ കൊടുക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.